So do you think that America and Pakistan behind Sheikh Hasina's death penalty, and how should India deal with this with the Yunus? അമേരിക്കയുടെ കാര്യം കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ പാകിസ്ഥാൻ ഓഫ് കോഴ്സ് ഇതിന്റെ പിന്നിലുണ്ട്. യൂനിസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണ്, യൂനിസ് എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. അതിനകത്ത് വലിയ മറയൊന്നുമില്ല. പിന്നെ ഇന്ത്യ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത് ബേസിക്കലി ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ബെറ്റർ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു കമ്പയർ ടു മുജീബുർ റഹ്മാന്റെ മകൾ എന്ന നിലയിലും ഇന്ത്യയായിട്ടൊരു ബന്ധമുണ്ടെന്ന നിലയിലും അവരുടെ ന്യൂനപക്ഷങ്ങൾക്ക് കുറെ കൂടെ നല്ല ഒരു അവസ്ഥയായിരുന്നു കമ്പയർ ടു. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചോളം നല്ല പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, നല്ല ഒരു ഭരണാധികാരിയായിരുന്നു ചുറ്റുമുണ്ട്. അവരുടെ പതനം ഇന്ത്യയെ സംബന്ധിച്ചോളം പൊളിറ്റിക്കലായിട്ടും ജിയോ പൊളിറ്റിക്കലായിട്ടും വലിയൊരു തിരിച്ചടിയായിരുന്നു. പിന്നെ അവർ ഇന്ത്യയിൽ തന്നെ വന്ന് തങ്ങിയത് എന്ന് പറയുന്നത് അവർക്ക് മറ്റു രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയും ബ്രിട്ടനും ഒന്നും അനുമതി കൊടുക്കാത്തതുകൊണ്ടാണ് അവരിവിടെ ആയിപ്പോയത്. ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന പല ആളുകൾക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ തസ്ലിമ നസ്രീൻ ഇന്ത്യയിലാണ്, അതുപോലെ തന്നെ ഷെയ്ഖ് ഹസീന. രണ്ടും ഇതിൻ്റെയും കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിയാണ്, മതം ആണ് ശരിക്കും രണ്ടുപേരെയും തുരത്തിയതെന്ന് പറയാം ഒരർത്ഥത്തിൽ. പിന്നെ ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്തെ കുറിച്ച് ക്രിട്ടിക്കലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതോറിറ്റേറിയനിസം തീർച്ചയായിട്ടും നിഴലിക്കുന്നുണ്ട്, അതിനകത്ത് സംശയമൊന്നുമില്ല. പല കാര്യങ്ങളിലും അങ്ങനെ നിഴലിക്കുന്നുണ്ട്. എക്സസ് ഫോഴ്സ് ഉപയോഗിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കാലഘട്ടം ഒരു സെക്യുലറിസ്റ്റ് ഫ്രെയിം വർക്കിനുള്ളിലായിരുന്നു. ബംഗ്ലാദേശിന് നല്ല സ്റ്റഡി ആയിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യം, ഫ്രീഡം, ഇതൊക്കെ പ്രസ് ഫ്രീഡം ഒക്കെ, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ ലെവലിൽ നിൽക്കുന്ന ഒരു ഭരണമായിരുന്നു. അത്രേ ഉള്ളൂ.